ഞാൻ ഇതുവരെ എന്റെ സഹോദര ഞാൻ ഇതുവരെ കഞ്ചാവ് പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല. ഇല്ല. ആ ടോക്ക് വിട്ടേക്ക് ബ്രദർ. ആ ടോക്കിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. 20 മിനിറ്റ് വരുന്ന ക്യാരക്ടറാണ് ഇത്. ആ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഷൈൻ ടോൺ ചാക്ക? എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് ആൻ ആർട്ടിസ്റ്റ് ഈസ് ആൻ OG ആർട്ടിസ്റ്റ്. ആ വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോ പരിചയപ്പെട്ട് അദ്ദേഹം കഥാപാത്രത്തിന്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, ഡാവിന്റെ സീക്വൻസ് സീനെല്ലാം കട്ട് പറഞ്ഞിട്ടും ഡാവിന് ആ കഥാപാത്രം ഡാവിന്റെ വിട്ടുപോയിട്ടില്ല. ഞാനതൊക്കെ ഡാവിന്റെ ക്യാച്ച് ചെയ്തിരിക്കുന്നത്. ആസ് ആൻ ആർട്ടിസ്റ്റ് ഈസ് ആൻ ആവസം ആർട്ടിസ്റ്റിനും. ഷൈൻ ചേട്ടൻ അടിപൊളി ആർട്ടിസ്റ്റാണ്. എന്ത് പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടൻ അഭിനയിക്കുന്ന കണ്ടിട്ട് പുള്ളി എന്തെങ്കിലും പറഞ്ഞോ? കമന്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ ഒരു പാലത്തിന്റെ അടിയിൽ വെച്ചുള്ള സീനിൽ പറഞ്ഞായിരുന്നു, അഭിനയം കണ്ടിട്ട് അഭിനയം പോലും ഇല്ലട്ടോ, ഒറിജിനാലിറ്റി കണ്ടിട്ടാന്ന്. എന്ത് ക്യാരക്ടറാ ചെയ്തത്? ഞാൻ ചെയ്തെന്നാണ് ഞാനായിട്ട് തന്നെ ചെയ്ത്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് അടിച്ച് കിടിയായിട്ട് കിടക്കണ ഒരു ട്രാവലർ. ആരാണ് അപ്രോച്ച് ചെയ്തത് ഇതിലേക്ക്, ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്? ആരാ? ഡയറക്ടർ തന്നെ വന്നാണ്, സോജൻ ജോസഫ് എന്നാണ് സാറിന്റെ പേര്. സാറ് ബോളിവുഡിൽ നിന്നാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ബോളിവുഡിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഇപ്പൊ മലയാളത്തില് പടം എടുക്കാൻ വന്നേക്കാണ്. എന്ന് റിലീസാവും സിനിമ? സിനിമ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം റിലീസ് ആണ്ടാണ്. ഡബിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പുതിയ വിശേഷം. അതാണ് ഏറ്റവും വലിയ പുതിയ. ഞാനും വെയിറ്റിംഗ് ആണ് അതിനു വേണ്ടി. ആ പടം ഇറങ്ങിയാലേ എന്റെ ലൈഫും ഒന്ന് സ്റ്റേൺ ആവുള്ളൂ. ഞാനും ആകെ ബ്രോക്കനാണ്, ഫിസിക്കലി ആൻഡ് മെന്റലി, യുനോ. ഇപ്പൊ എത്ര നാളായി ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഫിസിക്കലി മെന്റലി ബ്രോക്കൺ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്? 6 കൊല്ലം പറ്റിയിട്ടുണ്ടാവും. 6 കൊല്ലം. എവിടുന്നായിരുന്നു ഇതിന്റെ തുടക്കം? എവിടുന്നായിരുന്നു? യൂറോപ്പിൽ ക്രൊയേഷ്യ. വൈഫായിട്ടുള്ള ഡിവൈസിന് ശേഷമാണ്. ഐ കനോട്ട് സ്ലീപ്, ഐ കനോട്ട് ഈറ്റ്. അതിനുശേഷമാണോ I'm just killing myself, you know. ഈ റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയത്? പിന്നെ റിയാലിറ്റിന്ന് ഞാൻ ഇതുവരെ ഒളിച്ചോടിയിട്ടില്ലല്ലോ. എനിക്ക് ചേട്ടൻ്റെ ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു. അപ്പോൾ ഇന്റർവ്യൂസ് കണ്ടു, ചേട്ടൻ സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജോഷ് ടാക്ക് പോലെ ഏതോ ഒരു വീഡിയോയിൽ ചേട്ടൻ വളരെ എന്താ പറയുക, വളരെ ഹാപ്പി ആയി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ നെവിൻ അഗസ്റ്റിൻ, ഞാൻ ഫോട്ടോ കൊച്ചിയിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കണ്ട ആ ഒരാളിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ രൂപഭാവം ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, അയാളുടെ ഒരു സംസാര രീതിയും അയാളുടെ ഒരു ഒഴുക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മാൻ, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മനസ്സിലാക്ക്, കഞ്ചാവ് ഡ്രഗ് അല്ല ബ്രദർ, അതൊരു ചെടിയാണ്. ഭൂമിയിൽ വിത്ത് വീണ് മുളച്ചു തന്നെ ഒരു ചെടിയാണ്. നിങ്ങൾ ചീര തിന്നണ, ക്യാബേജ് തിന്നണ, എല്ലാ മറ്റേ ഇലക്കറികളെല്ലാം പറിച്ചു തിന്നും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ അതൊക്കെ വെജിറ്റബിൾസ് ആണ്, ദാറ്റ്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. പിന്നെ വാട്ട് ദ ഫക്ക് ഇസ് മാൻ, മറുവാണ്. പിന്നെ കഞ്ചാവ് എന്നാണ് എന്താണ് ബ്രദർ? ചീര കഴിച്ചാലോ അല്ലെങ്കിൽ ക്യാബേജ് കഴിച്ചാലോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു സൈക്കോട്ടിക് ഡിസോർഡർ പോലുള്ള അസുഖങ്ങളോ സൈക്കോട്ടിക് ഡിസോർഡർ എന്താ പറയുന്നത്? കഞ്ചാവ് ഒഴിച്ചിട്ട് ആയിരിക്കാം വന്നിട്ടുള്ളത്. കഞ്ചാവ് ഒഴിച്ചിട്ട് ആരാ മരിച്ചിട്ടുള്ളത്? ഒരുപാട് മരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇതിപ്പോ മെന്റലി നമ്മളെ ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങൾക്ക് കഞ്ചാവ് എന്താണെന്ന് അറിയില്ല, ആദ്യം നിങ്ങൾ പോയി അതിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ട് പോവാ. ഞാൻ എന്തായാലും കുറച്ച് വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കഞ്ചാവ് വലിച്ചാൽ ഉണ്ടാവുന്ന, ഇപ്പോൾ ചേട്ടൻ്റെ ഇന്റർവ്യൂസിലെല്ലാം ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ലെജൻഡിനാ അദ്ദേഹം ഈ കഞ്ചാവിനെ കുറിച്ച് പാട്ട് എഴുതി എന്താണെന്നറിയോ? അദ്ദേഹം ആ പാട്ട് എഴുതുമ്പോ അദ്ദേഹത്തിന്റെ സ്റ്റേജ് എന്താണെന്നറിയോ? എന്താണ്? ഈസ് ഇൻ ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്യാൻസർ. You know what you wrote about ganja? You know, ganja is a meditation, ganja is a cure, marijuana takes away my stress and pain. That's fucking true words, brother. പക്ഷേ ഇത് കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിനകത്ത് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ട്. എന്ത് സൈക്കോട്ടിക് ഡിസോർഡർ? നമുക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരാം, കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇഷ്യൂസ്. ആർ യു ഡോക്ടർ? സയൻസ് ആണ് പറയുന്നത്. ഞാൻ ചേട്ടനോട് തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ തർക്കിക്കണം, ഞാൻ കഴിഞ്ഞൂടെ. സയൻസ് ഇന്ന് വേറെ പറയും, നാളെ വേറെ പറയും. അപ്പൊ സയൻസ് ശരിയല്ല എന്നാണോ പറയുന്നത്? മാൻ, കം ടു റിയാലിറ്റി ബ്രദർ. അതാ ഞാൻ പറയുന്നത്. ഞാനിപ്പോ നമ്മുടെ സ്റ്റഡീസ് എത്ര പേരാണ്, എത്ര ഹോസ്പിറ്റലാണ് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഹാർട്ട് പേഷ്യൻസ് ആയിട്ടൊക്കെ വന്നേക്കാം. അത് സിഗരറ്റ് വലിക്കുമ്പോ വരും. സ്മോക്കിംഗ് ഇറ്റ്സെൽഫ് കോസസ് ക്യാൻസർ. സിഗരറ്റ് അല്ല ചേട്ടാ, സിഗരറ്റ് കോസിങ് ക്യാൻസർ. marijuana is a help for all diseases. ഇല്ല, you know. അപ്പോ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ കഞ്ചാവിനകത്ത് ഇല്ലെന്നാണോ പറയുന്നത്? എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.
കാരണം ഞാനിപ്പോ വായിച്ചതിനകത്ത് ഞാൻ അത് നിന്റെ അറിഞ്ഞിരിക്കുന്നത് വിശ്വാസം. നീ വിശ്വാസം ബുക്കിൽ വായിച്ചുള്ള വിശ്വാസമല്ലേ? വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, സയൻസ് ആണ് പറയുന്നത് നീ ഇങ്ങനെയൊക്കെയാണ്. ബുക്കിൽ വായിച്ചല്ലോ, നീ അത് അനുഭവിച്ചാ അറിയാതെ. എന്താണ് മനസ്സിലായില്ല? ഭഗവാൻ പരമശിവൻ വരെ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാവുന്നത്. ഒരാൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരാളെ ഉപയോഗിച്ചതിന്റെ പേരിലല്ല, ആ ഞാൻ പറഞ്ഞാണ് അദ്ദേഹം വരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെടിയാണ്. ഒരു ദൈവം ഉപയോഗിക്കോ? ഒരു ദൈവം അത് വിഷമാണെങ്കിൽ അത് ഉപയോഗിക്കോ? പറ. ഇത് ഉപയോഗിച്ചാലോ നമ്മൾ, ഇതിപ്പോ ചേട്ടാ അത് ഐതിഹ്യമാണ് പറയുന്നത്, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉപയോഗിച്ചിരുന്നു, അത് നാളതാവുമ്പോ നീ ഗണേശൻ എന്ന വ്യക്തി ഒരു ഐതിഹ്യമായിരുന്നു. ഗണേശൻ എന്ന വ്യക്തി ഞങ്ങളുടെ തോന്നലാന്ന് പറഞ്ഞാല, ഇപ്പൊ ഈ ഇരിക്കണ എല്ലാരും തോന്നലാണെങ്കില, ഈ ഞാൻ വരെ തോന്നലാണെങ്കില, ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ മനസ്സിലായി, ഇതൊക്കെയാണ് ഇത്. ഞാൻ തന്റെ ഇത് പഠിച്ചെന്താണെന്നറിയോ? You have some mental problem. എനിക്ക് I am Dr. Manu. ബ്രാക്കറ്റിൽ മാനസികം. എനിക്കെന്തോ മെന്റൽ പ്രശ്നമുണ്ട്. അല്ല, ഇതിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഹെർബാണ്, ഞാനിത് ഉപയോഗിക്കുമെന്ന് ഞാൻ എല്ലാവരും സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇനി അതിനെ കുറിച്ച് ചോദിക്കണ്ട ബ്രദർ, എന്തിനാണ് ബ്രദർ അതിനെ കുറിച്ച് വെറുതെ ചോദിച്ച് വീണ്ടും? ഞാനിത് മരിക്കണവർ ഉപയോഗിക്കും, ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനിത് ഉപയോഗിക്കണത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, എൻ്റെ ബ്രെയിനിലുള്ള അസുഖത്തിന്റെ ഇതിലാണ് ഞാനിത് ഉപയോഗിക്കണത്. ഇത് ഞാൻ നിർത്തിക്കഴിഞ്ഞാ മൈ ലൈഫ് സ്റ്റക്കാണ്. എന്താ സുഖമാണ്? ബ്രെയിനില് മൾട്ടിപ്പിൾ ക്ലോറോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് എനിക്ക്. ഇറ്റ്സ് ലൈക്ക് എ ക്യാൻസർ, യുനോ. ഇത് വന്നു കഴിഞ്ഞാൽ ബ്രെയിനിലുള്ള ഓരോ സെൽസും കില്ല് ചെയ്ത് കളയും. അപ്പൊ അതിന് ഇതെങ്ങനെയാണ്? ഒരു 10 years ബാക്ക് എൻ്റെ ടോക്കിംഗ് സ്റ്റെബിലിറ്റി ആ സെല്ല് പോയതാണ്, പിന്നെ ഐ കോണ്ടാക്ടിന്റെ സെല്ല് പോയതാണ്. മൈ ഹാഫ് സൈഡ് ഓൾമോസ്റ്റ് പാരലൈസ്ഡ്, യുനോ. എൻ്റെ ഈ അസുഖമുള്ളവർക്കൊക്കെ യൂറോപ്പിലൊക്കെ ഗവൺമെന്റിൽ നിന്നാണ് ദേ പ്രൊവൈഡ് കഞ്ച ഫ്രം ദ ഗവൺമെന്റ്. ഇതാണ് അതിനൊരു ക്യൂർ ആയിട്ട് പറയുന്നത്? ഇതാണ് ക്യൂർ ഫ്രം ദ നേച്ചർ. ദിസ് ഓൺലി ക്യൂർ. ഇതെങ്ങനെയാണ് ക്യൂർ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് അതിനെ പരിഹരിക്കുന്നത്? ഈ സെൽസില് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിന്ന് നടക്കാൻ കാരണം നിങ്ങെല്ലാരും ഇപ്പൊ എന്നാ ഈ കഞ്ചാവ് വലിക്കൊണ്ട് ഞാൻ സമൂഹത്തിനോടൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലാരും എന്നെ കഞ്ചാവ് വലിച്ച് പ്രാന്തായോന്നൊക്കെ വിളിക്കണം. എന്ത് വേണേലും വിളിച്ചു തന്നെ. ഞാൻ കുറെ അനുഭവിച്ചാനാണ്, എനിക്ക് സങ്കടമില്ല. പക്ഷെ ഒരു നാൾ നിങ്ങെല്ലാം അറിയും ഈ ചെടി എന്താണെന്ന്. മനസ്സിലായില്ലേ? ഒരു നാൾ നിങ്ങെല്ലാരും അറിയും ഈ ചെടി എന്താണെന്ന്. അപ്പൊ ഞാൻ ഈ ഭൂമിയിലുണ്ടാവില്ല, ഞാൻ പോയിട്ടുണ്ടാവും. ഇപ്പോ ചേട്ടൻ തന്നെ മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിച്ചതിന്റെ പേരിൽ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത്, പിടിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോ ഞാൻ പറയട്ടെ, ലൈഫിൽ എഴുതുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്തരത്തിൽ കഴിവുകളുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ അവസരങ്ങൾ, സിനിമയിലേക്ക് വരാനുള്ള ഒരു അവസരമൊക്കെ നഷ്ടപ്പെടുത്തിയതാണ്. ലൈഫ് വേറെ രീതിയിൽ പോവാമായിരുന്നിരിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ചെടിയുടെ പേരും പറഞ്ഞ് എന്നെ തഴയാനാണെങ്കിൽ അങ്ങോട്ട് തഴഞ്ഞു, എനിക്ക് സങ്കടമില്ല. ഒരു ചെടിയുടെ പേരും പറഞ്ഞ് അങ്ങനെ തഴയണ എന്നെ തഴഞ്ഞു, എനിക്കൊരു സങ്കടമില്ല. അല്ലെ, എന്നിരുന്നാലും ഇപ്പൊ കഴിവുകളുള്ള ഒരാളാകുമ്പോൾ അയാളുടെ കഴിവുകളെ ലോകം അംഗീകരിക്കണം, ആളുകൾ കാണണം, ആളുകൾ അറിയണം എന്നൊക്കെ എന്തായാലും ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഇത് മൂലം അതിങ്ങനെ കഴിവുകൾ ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഒരിക്കലെങ്കിലും ഇത് ഉപേക്ഷിക്കണം എന്നും തോന്നിയിട്ടില്ലേ? ഞാൻ ഉപേക്ഷിക്കണം.